വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിനിടെ നടന്ന വെടിവെപ്പ് സത്യത്തിൽ ട്രംപിന്റെ ഭാര്യ മുൻകൂട്ടി കണ്ട ഒരു ദുരന്തം തന്നെയായിരുന്നു. ട്രംപ് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും നിങ്ങൾ മറ്റെന്തെങ്കിലും പണി എടുക്കൂ എന്ന് ട്രംപിനെ ഉപദേശിക്കുന്ന ഭാര്യയുടെ വാർത്തകൾ കുറച്ചു ദിവസം മുൻപാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നത്. അവർ പ്രവചിച്ച കാര്യങ്ങൾ അതേപടി അച്ചട്ടാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും അമേരിക്കൻ ഭരണകൂടത്തെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ട്രംപും പ്രഥമ വനിത മെലാനയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത വിരുന്നിനിടെയാണ് ഈ ആക്രമണം കനത്ത സുരക്ഷാ വലയങ്ങളൊക്കെ തന്നെ ഭേദിച്ച നടന്നത് എന്ന ഗൗരവതരം തന്നെയാണ്. ശനിയാഴ്ച രാത്രി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ച് കാലിഫോർണിയയിലെ ടോറൻസ് സ്വദേശിയായ 31-കാരൻ കോൾ തോമസ് അലനാണ് വെടിയുതിർത്തത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ പോലീസ് അയാളെ പിടികൂടുകയും ഒക്കെ ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വരുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഇൻഡി ഗെയിം ഡെവലപ്പർ, പാർട്ട് ടൈം അധ്യാപകൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്രൊഫഷണൽ പശ്ചാത്തലമുള്ളയാളാണ് പ്രതിയെന്ന് ലിങ്ക്ഡിൻ തന്നെ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലായി പറയുന്നുണ്ട്. മാത്രമല്ല, സാമ്പത്തികപരമായി വളരെ മുൻപന്തിയിലുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണ്. ലോക പ്രശസ്തമായ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടിയിട്ടുണ്ട്. IJK കൺട്രോൾസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറായും കാൽടെക്കിൽ ടീച്ചിംഗ് അസിസ്റ്റന്റായും ജോലി ചെയ്തിട്ടുള്ള അലൻ മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ളയാളാണ്. കൂടാതെ C2 എഡ്യൂക്കേഷനിൽ പാർട്ട് ടൈം അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിൽ 2024 ഒരു പോസ്റ്റിൽ അലനെ അധ്യാപകനായി പരിചയപ്പെടുത്തുന്നുമുണ്ട്. 2014 നാസയുടെ ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറിയിൽ സമ്മർ അണ്ടർ ഗ്രാജുവേറ്റ്സ് റിസർച്ച് ഫെലോഷിപ്പിൽ അലൻ പങ്കെടുത്തിരുന്നു. പ്രതിയുടെ കരിയറായ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഒന്ന് 2014 നാസയുടെ ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറിയിൽ, അതായത് JPL എന്ന് പറയുന്ന ഈ ലബോറട്ടറിയിൽ ലഭിച്ച സമ്മർ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഫെലോഷിപ്പ് തന്നെയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുൻനിര സ്ഥാപനത്തിലെ ഈ അനുഭവം അദ്ദേഹത്തിന്റെ സാങ്കേതിക മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. കൂടാതെ ബോർഡം, അതുപോലെ തന്നെ ഫസ്റ്റ് ലോ തുടങ്ങിയ വീഡിയോ ഗെയിമുകൾ വികസിപ്പിച്ചെടുത്ത ഒരു സ്വതന്ത്ര ഗെയിം ഡെവലപ്പർ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ്. തന്മാത്ര രസതന്ത്രത്തെയും ബഹിരാകാശ പോരാട്ടങ്ങളെയും ആസ്പദമാക്കിയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് വർക്കുകൾ എന്ന് പറയുന്നത്. തന്മാത്ര രസതന്ത്രത്തെ അടിസ്ഥാനമാക്കി സ്റ്റീം പ്ലാറ്റ്ഫോമിനായി ഒരു വീഡിയോ ഗെയിമും വികസിപ്പിച്ചതായും അലൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹിരാകാശത്ത് സജ്ജമാക്കിയ ഒരു പുതിയ ഡോഗ് ടൗൺ ഷൂട്ടർ കോമ്പാക്ട് ഗെയിം വികസിപ്പിക്കുന്നതിനായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അലന്റെ പേരിലുള്ള ഒരു പോസ്റ്റിൽ തന്നെ പറയുന്നു. ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ പരിശോധനകൾ വെട്ടിച്ച് ആയുധങ്ങളുമായി എത്തിയ അലൻ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രതിയുടെ കൈവശം ഒരു ഷോട്ട് ഗൺ, അതുപോലെ തന്നെ ഒരു ഹാൻഡ് ഗൺ, നിരവധി കത്തികൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ആയുധങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് മേധാവി ജെഫ്രി കരോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ തന്നെ ഒരു മുറിയിൽ താമസക്കാരനായിരുന്നു ഇയാളെന്നും അതുകൊണ്ട് ആയുധങ്ങൾ അകത്തേക്ക് എത്തിക്കാൻ സാധിച്ചെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വെടിയൊച്ച കേട്ട് ഉടൻ തന്നെ പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിന്റെ JD വാൻസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഏകദേശം 2300 അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ വലിയ പരിഭ്രാന്തിയാണ് വെടിവെപ്പിന് പിന്നാലെ ഉണ്ടായത്. അതിഥികൾ മേശകൾക്ക് താഴെ ഒളിച്ചാണ് ആക്രമണത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചത്. ആക്രമിയെ സുരക്ഷാ സേന കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പിന്നീട് പങ്കുവച്ചു. ആക്രമിയെ ലോൺ വുൾഫ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അലിനെതിരെ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം, ഫെഡറൽ ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൊളംബിയ ഡിസ്ട്രിക്ട് US അറ്റോർണി ജീനൈൻ പിറോ ആണ് നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. തിങ്കളാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കും. 2014 കമലാ ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇയാൾ സംഭാവന നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണത്തിന് പിന്നാലെ കൃത്യമായ ലക്ഷ്യമോ രാഷ്ട്രീയ പ്രേരിതമാണോ എന്നതോ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. പ്രതിയെ പിടികൂടുന്നതിനിടയിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് വെടിയേറ്റതായും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. പിടികൂടിയതിന് പിന്നാലെയുള്ള പ്രതിയുടെ ചിത്രവും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചതിന് പിന്നാലെ രാജ്യം ഒന്നടങ്കം ഭീതിയിലാണ്.
നിലവിൽ പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട്. യുവാവിന്റെ പക്കൽ നിന്നും തോക്ക് ഉൾപ്പെടെ ചില ആയുധങ്ങൾ കണ്ടെത്തിയതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതി അലൻ സംഭവ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ വീഡിയോകളും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വാഷിംഗ്ടൺ DC-യിൽ നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് അസോസിയേഷൻ അത്താഴ വിരുന്നിനിടെ വെടിവെപ്പ് ഉണ്ടായത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വലിയ വെടിയൊച്ചകൾ കേൾക്കുകയായിരുന്നു. തുടർന്ന് ട്രംപിന്റെ ഭാര്യ മെലാനിയയെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. കനത്ത സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ആയുധവുമായി ഒരാൾക്ക് എങ്ങനെ പ്രവേശിക്കാനായി എന്നത് സംബന്ധിച്ച് FBI-യും സീക്രട്ട് സർവീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നേരെ മുൻപും ആക്രമണം നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ എന്ന് പറയുന്നത്. 1981-ൽ പ്രസിഡന്റ് റോൾസ് റീഗനും നേരെ വെടിയേറ്റത് ഇതേ ഹോട്ടലിൽ വെച്ച് തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൻസിൽവാനിയയിൽ വെച്ച് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായതിന് പിന്നാലെ നടന്ന ഈ സംഭവം US രഹസ്യാന്വേഷണ ഏജൻസികളുടെ സുരക്ഷാ പരാജയമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതി അലനെ വിശദമായ ചോദ്യം ചെയ്യലിനും മാനസികാരോഗ്യ പരിശോധനയ്ക്കും വിധേയമാക്കുമെന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഒരു സംഭവം ലോകം കാണുന്നത്. അതോ ഇനി ഇത് ട്രംപിന്റെ പണി തന്നെയാണോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഉള്ള, ഇത്രയും വിദ്യാഭ്യാസ നിലയിൽ വളരെ ഉന്നതിയിലുള്ള, സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഇയാൾ എന്തിനു വേണ്ടി ട്രംപിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. Malayali Warta Plus, like, share and subscribe.